എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ഇപ്പം പുതിയ ഫോറം പൂരിപ്പിക്കാനുണ്ട്. അപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ എന്ന വർക്കിൽ തെങ്ങിന് ചുറ്റും മൺകയ്യാല എന്ന പ്രവൃത്തിയുടെ അളവുകൾ ഫോമിൽ എങ്ങനെയാണ് പൂരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ പഞ്ചായത്തിലെ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടുള്ള അളവുകളാണ്. മറ്റു പഞ്ചായത്തിൽ വ്യത്യാസം വരും. അപ്പം ഫോറം പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. അനുബന്ധം 2 ഫോം എഴുതുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് വർക്ക് കോഡ് എഴുതാം, പ്രവൃത്തിയുടെ പേര് എഴുതാം, ഏത് പണിയാണ് എടുക്കുന്നത്. ഇപ്പോൾ തട്ടിൻ്റെ പണിയാണെങ്കിൽ അത്, കവുങ്ങുംകുഴി, അങ്ങനെ പ്രവൃത്തിയുടെ പേര് എഴുതാം, മേറ്റിൻ്റെ പേര്, പിന്നെ മസ്റ്റ് റോൾ നമ്പർ, ഗ്രൂപ്പ് നമ്പർ വേണ്ട, പിന്നെ വ്യക്തിഗത ഗുണഭോക്താവിൻ്റെ പേര്, അതായത് ഏത് വീട്ടിലാണോ പണിയെടുക്കുന്നത് അപ്പോൾ ആ വീട്ടുകാരുടെ പേര് എഴുതാം. പിന്നെ തൊഴിലാളികളുടെ എണ്ണും പേരുകളും. ഇവിടെ 10 അക്കമാണ് നൽകിയിട്ടുള്ളത്. അപ്പം 10ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഈ സൈഡിൽ എഴുതാം. പിന്നെ മസ്റ്റ് റോൾ കാലയളവ്, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണോ പണിയില്ലേ ആ മസ്റ്റ് റോൾ ഡേറ്റ് എഴുതാം. തുടക്കം മുതൽ അവസാനം വരെയുള്ള ഡേറ്റ് എഴുതാം. ഇപ്പോൾ ഞാൻ പറയുന്നത് തെങ്ങിൻ്റെ തടമെടുക്കുന്നതിനെ പറ്റിയാണ്, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ. അപ്പോൾ തെങ്ങിൻ്റെ തടമെടുക്കുന്നതിന് പറയുന്നത്. ഇപ്പോൾ ഇനങ്ങളുടെ സ്പെസിഫിക്കേഷനിൽ MTM 8221 ഇത് തെങ്ങിൻ തടത്തിൻ്റെ അതിൻ്റെ കോഡാണിത്. അപ്പോൾ സ്പെസിഫിക്കേഷനിൽ ഈ കോഡ് എഴുതാം. സൈഡിലായിട്ട് ഏത് ദിവസമാണ് പണിയെടുക്കുന്നത് അതിൻ്റെ ഡേറ്റ് എഴുതാം. എത്ര ആൾക്കാരാണോ വന്നിട്ടില്ലേ ആൾക്കാരെ എത്ര എണ്ണമെന്നും കൂടി എഴുതി വെക്കാം. ഇപ്പോൾ തെങ്ങിൻ്റെ തടമെടുക്കുന്നതിൽ ഒരാൾ 3/4 ഭാഗം തെങ്ങിൻ്റെ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 3/4 എന്നുള്ളതിന് നമ്മൾ 0.8 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 10 ആൾക്കാരുണ്ടെങ്കിൽ 10 × 0.8, അപ്പോൾ 8 തെങ്ങിൻ്റെ തടമെടുക്കണം 10 ആൾക്കാരുണ്ടെങ്കിൽ. അപ്പോൾ 12 ആൾക്കാരാണെങ്കിൽ 12 × 0.8 9.6 എന്ന് കിട്ടും. 9.6 എന്ന് വെച്ചാൽ 9 തെങ്ങിൻ്റെ ഫുള്ളും 10ാമത്തെ തെങ്ങിൻ്റെ പകുതി ഭാഗം എടുക്കണം. 9 തെങ്ങിൻ്റെ എടുക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇവിടെ 10 ആൾക്കാരാണ് വന്നിട്ടില്ലേ എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ 10 ആകുമ്പം 10 × 0.8 വരുമ്പം 8 എന്ന് വരും. അപ്പോൾ ഇവിടെ എണ്ണത്തിൽ 8 തെങ്ങ് എന്നുള്ള കണക്കിന് 8 എന്ന് എഴുതാം. പിന്നെ നീളം, വീതിയും ഉയരമാണ് പിന്നെ എഴുതാനുള്ളത്. അപ്പോൾ തെങ്ങിൻ്റെ തടമെടുക്കുമ്പം പിന്നെ ഒരു വരച്ച് ഇതിപ്പോൾ തെങ്ങാണെങ്കിൽ തെങ്ങിന്ന് 1.5 മീറ്റർ വിട്ടിട്ട് വേണം തടമെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തടത്തിൻ്റെ വീതി, ഈ തടത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. 40 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ തടം വേണ്ടത്. വേറെ ഇപ്പോൾ ഒരു ടീം ചെയ്ത വർക്കിൻ്റെയാണിത്. ഇതിലിപ്പോൾ ഈ വീതി വേണ്ടത് 35 സെൻറ്റിമീറ്റർ ആണ്. തെങ്ങിൻ്റെ ഹൈറ്റ്, ഈ തടത്തിൻ്റെ ഹൈറ്റ് വേണ്ടത് 40 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് വേണ്ടത്, തടത്തിൻ്റെ വീതി വേണ്ടത് 35 ആണ്. ഈ തെങ്ങിൽ നിന്ന് 1.5 മീറ്റർ വിട്ടിട്ട് വേണം തടമെടുക്കാൻ. ഈ 1.5 മീറ്റർ വിടുന്നതിൽ ഇതിപ്പോൾ ഇവിടെ തെങ്ങാണെങ്കിൽ 1.5 മീറ്ററിനുള്ളിൽ വേണം തടമെടുക്കുക. ഈ 1.5 മീറ്ററിൽ നിന്ന് അകത്തേക്ക് 35 എടുത്താൽ മതി. തടത്തിൻ്റെ വീതി പറയുന്നത് 1.5 മീറ്ററിൽ നിന്ന് അകത്തേക്ക് എടുത്താൽ മതി. 1.5 മീറ്റർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കണ്ട. 1.5 മീറ്ററിൽ നിന്ന് അകത്തേക്ക് 35 എടുക്കാം. മൊത്തം ഈ തെങ്ങിന്ന് ഈ തടത്തിൻ്റെ അറ്റം വരെ 1.5 മീറ്റർ വീതി മതി. അതിന് അകത്തേക്ക് 35 സെൻറ്റിമീറ്റർ വീതിയിൽ തടമെടുത്തിട്ട് തടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ വീതി എന്ന് പറയുന്നത് 35 ആണ്. അപ്പം മീറ്ററിലേക്ക് വരുമ്പോൾ 0.35 എന്ന് വരും. ഹൈറ്റ് എന്ന് പറയുന്നത് 40.4 എന്ന് വരും. പിന്നെ നീളം എന്ന് പറയുന്നത് നമ്മൾ തെങ്ങിന്ന്
തെങ്ങിന്ന് 1.5 മീറ്റർ വെട്ടിയിട്ട് വട്ടത്തിലെടുക്കുന്നതല്ലേ, 1.5 മീറ്റർ വെട്ടിയിട്ട് വട്ടത്തിലെടുക്കുമ്പോൾ ഇതിൻ്റെ നീളം നമ്മൾ അളന്ന് നോക്കിയാൽ 9.42 വരും. അപ്പോൾ ഫോമിൽ നമ്മൾ നീളത്തിൻ്റെ കോളത്തിൽ 9.42 എന്ന് എഴുതാം. അതെപ്പോഴും അത്രയായിരിക്കും. 1.5 മീറ്റർ വിട്ടിട്ട് എടുക്കുമ്പോൾ നീളം എപ്പോഴും 9.42 വരും. വീതി എടുക്കേണ്ടത് 35 സെൻറ്റിമീറ്ററും ഹൈറ്റ് എടുക്കേണ്ടത് 40 സെൻറ്റിമീറ്ററും ആണ്. അങ്ങനെയാണ് ഇപ്പോൾ തെങ്ങിൻ്റെ ഇത് വരുന്നത്. എന്നിട്ട് മൊത്തം അളവിൽ ഇത് 4 ഇൻറ്റു ചെയ്തിട്ട് എത്രയാണ് വരുന്നത് അത് എഴുതാം. അപ്പോൾ മൊത്തം അളവിൽ 8 തെങ്ങിൻ്റെ, അപ്പോൾ 8 ഇൻറ്റു നീളം വരുന്നത് 9.42 ഇൻറ്റു 0.35 ഇൻറ്റു 0.4, അപ്പോൾ മൊത്തം അളവിൽ 10.55 എന്ന് വരും. 10.55. അപ്പം 10 ആൾക്കാരുണ്ടാകുമ്പോൾ 8 തെങ്ങിൻ്റെ തടാന്ന് എടുക്കേണ്ടത്. അപ്പോൾ 1.5 മീറ്റർ വിട്ടിട്ട് തടം എടുക്കുമ്പോൾ നീളം 9.42 വരും. വീതി 0.35, 35 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വേണ്ടത്. മൊത്തം അളവ് കിട്ടും. അങ്ങനെ ഇത് പ്രകാരം നമ്മൾ പണിയെടുത്തിട്ട് ഇപ്പുറം കോളത്തിൽ എഴുതാം. ഇത് നമ്മൾ എസ്റ്റിമേറ്റ് പ്രകാരം പൂർത്തീകരിക്കേണ്ട അളവ്. എസ്റ്റിമേറ്റ് പ്രകാരം 10 ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ ഇത്ര തെങ്ങിൻ്റെ തടാന്ന് എടുക്കേണ്ടത്. അപ്പോൾ അത്ര തന്നെ എടുത്തിട്ട് പൂർത്തീകരിച്ച അളവിൽ അത് എഴുതാം. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു 12 അല്ലെങ്കിൽ 13 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഡേറ്റ് എഴുതാം. എന്നിട്ട് ഇതേ കോഡ് തന്നെ എഴുതാം. 80 TM A221 ഇതേ കോഡ് എഴുതി. അപ്പോൾ 13 ആൾക്കാരുണ്ടാകുമ്പം ഒരാൾ 0.8 ആകുമ്പോൾ 13 ആളാകുമ്പോൾ 13 ഇൻറ്റു 0.8 10.4 എന്ന് വരും. 10.4 എന്ന് പറഞ്ഞാൽ 10 തെങ്ങിൻ്റെ ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ ഒരു തെങ്ങിൻ്റെ അരഭാഗത്തോളം എടുക്കാം. അതിലും നീളം വരുന്നത് സെയിമാണ്. 9.42, 0.35, 0.4 ഇതാണ് നീളം വരുന്നത്. എന്നിട്ട് മൊത്തം അളവ് ഇതെല്ലാം മിൻറ്റ് ചെയ്തിട്ട് എഴുതാം. ഇങ്ങനെ ആൾക്കാരെ എണ്ണം മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര തെങ്ങിൻ്റെയാണ് എടുക്കേണ്ടതെന്നില്ല, എണ്ണത്തിൽ മാത്രമേ മാറ്റം വരുന്നില്ലോ. നീളവും വീതിയും ഹൈറ്റും എപ്പോഴും സെയിം ആയിരിക്കും. ഇതേ അളവിലാണ് എടുക്കേണ്ടത്. അങ്ങനെ ഓരോ ദിവസത്തെയും എഴുതിയിട്ട് ഒരാഴ്ചത്തെ മാസത്തോളത്തെ ഓരോ ദിവസത്തെയും പണിയെ എഴുതി പോവാം. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ഫോം എഴുതേണ്ടത്. ഇങ്ങനെയാണ്. ഇതേപോലെ മൂന്നാമത്തെ ഫോം എഴുതുമ്പോൾ എന്ത് വ്യത്യാസം? മൂന്നാമത്തെ ഫോം എഴുതുമ്പം ഈ 5 ദിവസത്തെ പണിയും കൂടി കൂട്ടിയിട്ട് ഒറ്റ വരിയായിട്ട് എഴുതുന്നതാണ് മൂന്നാമത്തെ ഫോം. ഇപ്പോൾ മൂന്നാമത്തെ ഫോമാണ് ഇതെങ്കിൽ സ്പെസിഫിക്കേഷനിൽ 80 TM A221 എഴുതാം. എന്നിട്ട് ഇപ്പം 5 ദിവസമാണ് പണിയെടുത്തത്, അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസമേ പണിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ദിവസത്തെയും നീളം കൂട്ടാം. ഒരു ദിവസം 10.4, ഒരു ദിവസം 8 ആണ് എടുത്തിട്ടുള്ളത്. നീളമല്ല, എണ്ണം കൂട്ടാം. അപ്പം ഒരു ദിവസം 10.4, ഒരു ദിവസം 8 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എണ്ണം 18.4. അപ്പോൾ മൂന്നാമത്തെ ഫോം എഴുതുമ്പോൾ എണ്ണത്തിൽ എത്ര ദിവസം പണിയാണ് എടുത്തിട്ടുള്ളത് അത്ര ദിവസത്തെയും എണ്ണം കൂട്ടാം. ഇപ്പോൾ ഇവിടെ 2 ദിവസം എടുത്തിട്ടുള്ളൂ എങ്കിൽ 2 ദിവസത്തെ എണ്ണം കൂട്ടിയിട്ട് 18.4 എന്ന് വരും. മൊത്തം എണ്ണത്തിൽ നീളം 9.42 തന്നെയാണ് വരുന്നത്. എല്ലാ ദിവസവും ഒരേ നീളമല്ലേ വരുന്നുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ഇതേ നീളം, ഇതേ വീതി, ഇതേ ഹൈറ്റും അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഫോമിൽ എഴുതുമ്പോൾ ടോട്ടൽ എഴുതുമ്പോൾ ഈ സ്പെസിഫിക്കേഷൻ എഴുതാം. എന്നിട്ട് എണ്ണത്തിൻ്റെ എത്ര ദിവസമാണോ പണിയെടുത്തത് അത്ര ദിവസത്തെ തെങ്ങിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എഴുതാം. നീളം ഇത് തന്നെ വരും. വീതി 0.35, ഹൈറ്റ് 0.4 അങ്ങനെ വരും. എന്നിട്ട് ഇത് 4 കൂടി ഇൻറ്റു ചെയ്തിട്ട് മൊത്തം അളവിൽ എഴുതാം. 18.4 ഇൻറ്റു 9.42 ഇൻറ്റു 0.35 ഇൻറ്റു 0.4, അപ്പം 24.26 എന്ന് വരും. ഇത് രണ്ടാമത്തെ ഫോമിൽ എഴുതേണ്ട രീതി. ഇത് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ഫോമിലാണ്. മൂന്നാമത്തെ ഫോമിലാകുമ്പം
എത്ര ദിവസം പണിയെടുത്തു അതെല്ലാം കൂട്ടിയിട്ട് ഒറ്റ വരിയായിട്ട് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ 2 ദിവസമാണ് പണിയെടുത്തെങ്കിൽ 2 ദിവസത്തെയും എണ്ണം കൂട്ടി എഴുതി. നീളം വീതിയും ഹൈറ്റും